സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 27. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ മൂൺ എനർജിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ന്യൂ മൂൺ ആണ്, അമാവാസിയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് ഫസ്റ്റ് നോക്കാം. അതിനുശേഷം ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ന്യൂ മൂൺ എനർജി എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജ് എന്താണ്? താങ്ക് യു. 5 of Cups, Ace of Wands ൻ്റെ എനർജി. ഞാൻ എന്നും പറയണ പോലെ തന്നെ ന്യൂ മൂൺ വന്നിട്ട് പുതിയ ഇൻറ്റൻഷൻസ്, പുതിയ സങ്കല്പങ്ങൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ടൈമാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ പ്രത്യാശ, കുറച്ചും കൂടെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് മനസ്സിലാക്കുക. എനിക്ക് ലൈഫിൽ അവസരങ്ങൾ വരുന്നതാണ്. എത്രയൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നതാണ്. എത്രയൊക്കെ ഡാർക്കായിട്ടുള്ള എനർജി ആണെങ്കിലും ആ ഒരു ടണലിൻ്റെ എൻഡ് ഫേസിൽ എനിക്ക് ലൈറ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രത്യാശ, ആ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക്, ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അത് നിങ്ങളെ കുറേ കൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏസ് ഓഫ് വാൻഡ്സിൽ വന്നിട്ട് മെയിനായിട്ട് നിങ്ങളുടെ തേർഡ് ഐ ചക്ര അല്ലെങ്കിൽ ക്രൗൺ ചക്ര എനർജി, അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ടുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും മൈൻഡ് ബ്ലോക്ക് ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ എനർജീസ് ബ്ലോക്കായിട്ട് ഇരിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ചിന്താരീതിയായിരിക്കാം, നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കാം. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫയറിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂ പാഷൻ, പുതിയ ആക്ഷൻസ്, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഇൻറ്റൻഷനും സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ഹീൽ ചെയ്യാനായിട്ടുള്ള ഇൻറ്റൻഷനും ആകാം. കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി, കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നതും ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം ഈ ഒരു ന്യൂ മൂൺ നിങ്ങളുടെ ലൈഫിൽ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത് നോക്കാം. താങ്ക് യു. കട്ട് യുവർ ലോസസിൻ്റെ എനർജിയാണ്. ഈ ഒരു ന്യൂ മൂൺ വന്നിട്ട് റിഫ്ലക്ഷൻ്റെ എനർജിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ബാക്കിൽ ടേക്ക് കെയർ, റിസ്ക് ആൻഡ് ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ട്രൂ സെൽഫ് എന്താണ്, നിങ്ങളുടെ സത്യം എന്താണ്, അത് മനസ്സിലാക്കി തരാനായിട്ട് ഈ ഒരു ന്യൂ മൂൺ ടൈം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് എവിടെയാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആകേണ്ടത്, എവിടെയാണ് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആകേണ്ടത്, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്, അതെല്ലാം ഈ ഒരു എനർജി നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്, മനസ്സിലാക്കി തരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് മെയിനായിട്ട് നിങ്ങളുടെ ഉള്ളിലെ ഒരു പീസ്, സമാധാനം കൊണ്ടുവരാനായിട്ട് ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ മെയിനായിട്ട് അത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ ഒരു ഏരിയയിൽ കുറച്ചൊരു ഫോക്കസ് വരുന്നുണ്ടാകാം. അവിടെ കുറച്ചും കൂടെ ഒരു സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഒത്തിരി ധൃതി പിടിച്ചിട്ട് എന്താ പറയുക, ഒരു കൺട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്രേരണ വരുന്നുണ്ടാകാം. അതുവഴി ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഈ ഒരു സൈക്കിളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് എനർജീസ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. ചില സിറ്റുവേഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ നമ്മൾ പോയി കഴിയുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ഏതെല്ലാം സ്പേസിൽ നിങ്ങൾ ഡിഫെൻസീവ് ആകുന്നുണ്ട്, എതിർക്കുന്നുണ്ട്, അവിടെയെല്ലാം ചാലഞ്ചസ് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അഗെയിൻ മെയിനായിട്ട് ഹാർട്ട് ചക്രയായിട്ട് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ഫുൾ മൂൺ വന്നേക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ഇത് എഫക്റ്റ് ആകുന്നത്. ഓക്കെ, ഫൈനലി ഈ ഒരു സൈക്കിൾ വന്നിട്ട് നിങ്ങളെ കുറച്ചും കൂടെ ബോൾഡായിട്ട് മാറ്റുന്നതാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഓക്കെ, പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് ഇനി മുന്നോട്ട് എനിക്ക് എന്താണ് ചെയ്യാനായിട്ടുള്ളത്, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു സൈക്കിൾ നിങ്ങൾക്ക് ഒരു പവർ, ഒരു സ്ട്രെങ്ത് നൽകുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇൻഡിപെൻഡൻസ് ആയിരിക്കാം, തൻ്റേതായിട്ടുള്ള രീതിയിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട്, തൻ്റെ എനർജീനെ വിശ്വസിക്കാനായിട്ട്, കുറച്ചും കൂടെ ബോൾഡായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു എനർജി. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ റിസ്ക്, എന്തെങ്കിലുമൊക്കെ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്യുക. കുറച്ച് പേർക്ക് ഫോർഗീവ്നെസ് ആയിരിക്കാം, ഇതുവരെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല, ട്രൂത്ത്, സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല. ആ ഒരു എനർജീസ് എല്ലാം നിങ്ങൾക്ക് പോസിബിൾ ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ നഷ്ടങ്ങൾ, ലോസസ് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി മുന്നോട്ട് എന്താണ്, അങ്ങോട്ട് ആ ഒരു പാത്തിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ആ ഒരു ടൈം പീരീഡ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാർട്ട് ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഇത് നെറ്റ്വർക്കിങ്ങിൻ്റെ എനർജിയാണ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അവിടെയും എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, റിലേഷൻഷിപ്സ് മെയിനായിട്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വലിയും ആകാം. സ്പിരിച്വലി കുറച്ചും കൂടെ ആ ഒരു സ്നേഹം, എല്ലാവരെയും ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു എനർജിയിൽ നിങ്ങളെ കാണാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടാകാം ഈ ഒരു സൈക്കിൾ വന്നിട്ട്. ഓക്കെ, അത് എപ്പോഴാണ് നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ എനർജി എന്താണ്? ഓക്കെ, ഇവിടെ വന്നിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി, ഹോം ഫോക്കസിൽ വരുന്നുണ്ട്. മണി ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസ്, എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. പുതിയ പ്രൊജക്റ്റ് ആയിരിക്കാം, ന്യൂ ഐഡിയ ആയിരിക്കാം, കുട്ടികളുടെ ലൈഫിലായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ടാണ് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരുന്നത്. അപ്പോൾ ഫാമിലി, ഹോം, പാരൻസ് എല്ലാം ഫോക്കസിൽ വരുന്നുണ്ട്. ഇന്ന് കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ട എനർജി എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1 വന്നിട്ട് 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതെങ്ങനെയാണ് വർക്ക് ആകുന്നത്, അവിടെയെല്ലാം കുറച്ചൊരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സെലിബ്രേഷൻ, എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പിന് കുറച്ചും കൂടെ പ്രയോറിറ്റി, മുൻഗണന കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ വിസ്ഡം യൂസ് ചെയ്യുക, നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുക. അതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വേറെ എനർജീസ് എന്താണ്? താങ്ക് യു. മൂണിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ന്യൂ എനർജീസ്, എന്തെങ്കിലുമൊക്കെ ന്യൂ ബ്ലെസ്സിങ്സ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ
ഉള്ള എനർജീസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ സെൻസ് ചെയ്യാനായിട്ട്, അഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഇൻറ്റ്യൂഷൻ കുറേ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. 9 ഓഫ് കപ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് വിത്തിൻ 7 days എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ വിഷായിട്ട് കണക്ട് ചെയ്തിട്ട്, നിങ്ങളുടെ ആഗ്രഹമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹീലിംഗ്, ഒരു പോസിറ്റീവ് ചേഞ്ച് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. താങ്ക് യു. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂൺ സൈക്കിൾ വന്നിട്ട്, ഈ ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ ഒത്തിരി ഹീലിംഗ് എനർജി, ഒത്തിരി ഹാർട്ട് ചക്ര ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് കുറച്ചും കൂടെ നിങ്ങൾ സെൻസിറ്റീവായിട്ട് കുറച്ചൊരു ലോ വൈബ്രേഷനിലിരുന്നിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബോൾഡായിട്ട്, കുറച്ചും കൂടെ ആക്ഷൻസ് എടുക്കാനായിട്ട് റെഡി ആകുന്നതായിട്ട്, കുറച്ചും കൂടെ കറേജസ് ആകുന്നതായിട്ട്, കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തരാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. ഫൈനൽ എനർജി എന്താണ്? ബ്ലെസ്സിങ്. പേജ് ഓഫ് സോഡ്സ്, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ആയിരിക്കാം, കുറച്ച് പേർക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി നോളേജ്, അറിവ് നേടാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, കുറച്ച് പേർക്ക് ട്രൂത്ത്, സത്യം മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആണ് ലൈഫിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി. അതുപോലെ തന്നെ ന്യൂ മൂൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മെസ്സേജസ് വന്നിട്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണെന്ന്. ഫെബ്രുവരി 27th, അതുപോലെ തന്നെ ഇന്ന് ന്യൂ മൂൺ ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം ഇന്നത്തെ ഗൈഡൻസ് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ ന്യൂ മൂൺ എനർജീസ് എന്താണ്? പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. കിങ് ഓഫ് വാൻഡ്സ്, 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളോട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണ സമയത്ത്, മനസ്സിലെ സങ്കല്പം കൊണ്ടുവരണ സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയിലിരുന്നിട്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കിങ് ഓഫ് വാൻഡ്സിൽ വന്നിട്ട് കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ അവിടെ കുറച്ചൊരു ബോൾഡായിട്ടുള്ള എനർജി, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് മറികടക്കാനായിട്ടായിരിക്കാം, എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ സൈക്കിൾസ് അല്ലെങ്കിൽ ന്യൂ എനർജി ആയിട്ട് പുതിയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബോക്സ്ഡ് ആയിട്ടുള്ള എനർജി, എന്തെങ്കിലും ചിന്താ രീതിയിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുക. ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണ സമയത്ത് സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേർക്ക് ഹീലിംഗ് ആയിരിക്കാം, ഹാർട്ട് ചക്ര അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം, ഫാമിലിയിലായിരിക്കാം, അവിടെ ശാന്തി സമാധാനം കുറച്ച് പേർ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾ എന്താണോ സെറ്റ് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്നത്, അവിടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം, കോൺഫിഡൻ്റായിട്ട് നിങ്ങളിരിക്കണം. ഓക്കെ, അത് നിങ്ങളെ ഈസി ആയിട്ട് മാനിഫെസ്റ്റേഷൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഉത്തരം, എന്തെങ്കിലും ഒരു ആൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻഷനും സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണ്, എന്ത് ചോയ്സാണ് ഞാൻ എടുക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കൂടുതലായിട്ട് നോക്കാം പായൽ നമ്പർ 2യുടെ എനർജീസ്. ഈ ഒരു ന്യൂ മൂൺ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വീലിൻ്റെ എനർജി അല്ലെങ്കിൽ ഡെസ്റ്റിനിയുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ എനർജിയായിട്ട്, നിങ്ങളുടെ വൈബ്രേഷനായിട്ട് മാച്ചായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട്
അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് കരിയറിലായിരിക്കാം. നിങ്ങൾക്ക് യോഗ്യതയുള്ള, നിങ്ങൾക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു എനർജി വന്നിട്ട് ഈ ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. അതോടൊപ്പം തന്നെ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൈൻസ്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സിങ്ക്രോണിസിറ്റി ആയിരിക്കാം. അതായത് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ അൺഫോൾഡ് ആയിട്ട് വരുന്നുണ്ടാകാം, ഒരു ഓർഡറിൽ സംഭവിക്കുന്നുണ്ടാകാം, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിവൈൻ ടൈമിംഗ് കുറച്ച് പേർക്ക് വർക്കാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി പോസിറ്റിവിറ്റി, ഒത്തിരി സെലിബ്രേഷൻ ആയിരിക്കും. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിരിക്കും, ഹാപ്പിനെസ്സിൻ്റെ എനർജി ആയിരിക്കും, ഹാർമണി ആയിരിക്കാം കുറച്ച് പേർക്ക്. അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു ന്യൂ മൂൺ എന്തെങ്കിലുമൊക്കെ റിസ്ക്, ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ റിസ്ക്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു എനർജിയും കൊണ്ടുവരുന്നുണ്ട്. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ എനർജീസ് നോക്കാം. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജീസ് എന്താണ്? താങ്ക് യു. ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഡാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു പീസ്, സമാധാനത്തിൻ്റെ എനർജിയാണ്. 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയും ഇതിൽ വരുന്നുണ്ട്. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്, തൻ്റെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കാം. കണ്ടോ, 8 ഓഫ് സോഡ്സിൽ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഒരു അഡ്വൈസ് ആയിട്ട് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ വേർഡ്സ് കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ തന്നെ വില്ലനായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ, അത് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ വാക്കുകൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഗൈഡൻസ് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള ആൻസേഴ്സ് ലഭിക്കുന്നതാണ്. അത് കുറച്ച് പേരോട് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു 8 ഓഫ് സോഡ്സ് വന്നിട്ട് നിങ്ങൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ആക്ഷൻസ് എടുക്കാത്ത കൊണ്ടിട്ടും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ ചെയ്തു തീർക്കാനായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പ്രാർത്ഥനകൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് എനർജിയിലിരിക്കുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബോഡി പെയിൻ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കുറച്ച് പേരോട് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ബാക്കിൽ 4 ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. പ്രത്യേകിച്ചും ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തിട്ട് മദർ ചൈൽഡ് റിലേഷൻഷിപ്പിലായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. എന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നോ ആയിട്ടിരുന്ന സിറ്റുവേഷൻ, ബ്ലോക്ക് ആയിട്ടിരുന്ന എന്തെങ്കിലും സിറ്റുവേഷനിൽ ഒരു ഫ്ലോ ഉണ്ടാകുന്നതാണ്. അത് കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് കൊണ്ടുവരുന്നുണ്ടാകാം. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് വിത്തിൻ 7 days എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സപ്പോർട്ടായിരിക്കാം, എന്തെങ്കിലും ഹെൽപ്പായിരിക്കാം. ഇവിടെ എന്താ പറയുക, ബാലൻസ് ആണ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. 5 to 7 days ആ ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെയർ ഗ്രോത്ത്, അല്ലെങ്കിൽ ഹെയർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡാൻസ് കോമ്പറ്റീഷൻ ആയിരിക്കാം, നിങ്ങളുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യുന്ന എന്തെങ്കിലും അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് പേരുടെ ലൈഫിലോട്ട് ഇനി വരുന്ന സമയങ്ങളിൽ 1 വീക്കിൻ്റെ ഉള്ളിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ്സിൻ്റെ എനർജി, കൈകൾ. ഓക്കെ, ഒത്തിരി കൈകൾ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ
എന്തെങ്കിലും പ്രൊഫഷനായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ ബ്ലെസ്സിങ്സ്, കുറച്ച് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അതും കുറച്ച് പേരുടെ ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഫണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കാം വരുന്നത്. ഇവിടെ 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ന്യൂ മൂൺ സൈക്കിളിൽ വന്നിട്ട് ഈ ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത നെക്സ്റ്റ് ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി അവസരങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് തൻ്റെ അടുത്തോട്ട് വരുന്ന എന്തെങ്കിലും നെഗറ്റീവ് എനർജീസിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ഒരു ഓപ്പർച്യൂണിറ്റിയും ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫാമിലി ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട്, തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ താൻ എന്താണ് വിശ്വസിക്കുന്നത്, ഓക്കെ, അതിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ പ്രൂഫ് നൽകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ച് പേർക്ക് ഉണ്ടാകുന്നുണ്ടാകാം ഈ ഒരു 1 മന്ത് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും വിഷമം, പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ചൈൽഡ്ഹുഡ് മെമ്മറിയിലൊരു ഹീലിംഗ് ആണ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. കുറച്ച് പേർക്ക് പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു സമയത്ത് ഓപ്പൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് തൻ്റെ ചൈൽഡ്ഹുഡ് ഹോം വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം, തറവാട്, ഫാമിലി, അതൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഒത്തിരി സ്നേഹം, ഒത്തിരി കമ്പാഷൻ, ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നെയ്ബേഴ്സിൽ നിന്നിട്ടുള്ള ഒരു സപ്പോർട്ടായിരിക്കാം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജിയും അതുപോലെ തന്നെ ന്യൂ മൂൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മെസ്സേജസും വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.